ചാണക്യൻ ജീവിതത്തെ വളരെ പ്രായോഗികമായി, തന്ത്രപരമായി, ബുദ്ധിപരമായി സമീപിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷമതകൾ, പരാജയങ്ങൾ, വേദനകൾ എന്നിവയെ മറക്കുകയോ അതിൽ നിന്ന് ഓടി ഒളിക്കുകയോ ചെയ്യാനല്ല, അത് കൈകാര്യം ചെയ്യാനും അതിനോടൊപ്പം വളരാനും അദ്ദേഹം ഉപദേശിച്ചിരിക്കുന്നു. വിഷമതകളെ മറക്കണമോ അതോ അതിജീവിക്കണമോ എന്ന ചോദ്യത്തിന് ചാണക്യന്റെ മറുപടി ഇതായിരുന്നു: ദുഃഖം അനിവാര്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനല്ല, അതിലുപരി ഉയരുക എന്നതാണ് ബുദ്ധിമാന്റെ വഴി. വിഷമങ്ങൾ അതിജീവിക്കാൻ ചാണക്യന്റെ വഴികൾ താഴെ പറയുന്നവയാണ്. 1. വിഷമങ്ങളെ ബുദ്ധിപൂർവം കാണുക. ദുഃഖമാകുമ്പോഴും ബുദ്ധിയുള്ളവൻ തളരുന്നില്ല, മറിച്ച് ആ ദുഃഖം അറിവാക്കി മാറ്റുന്നു. അതായത് എന്താണ് വിഷമത്തിന്റെ മുഖ്യ കാരണം എന്ന് മനസ്സിലാക്കുക. അതിന്റെ പരിഹാര മാർഗങ്ങൾ ശാന്തമായി ചിന്തിക്കുക. അതു മാറ്റാൻ കഴിയാത്തതെങ്കിൽ അതിലൂടെയാണ് മാറേണ്ടത്. 2. പ്രതീക്ഷയുടെ തേനീച്ച പോലെയാകുക. ദുഃഖത്തിൽ ആഴത്തിൽ വീണാൽ അതിൽ നിന്ന് ഉയരാൻ തയ്യാറാവുക. അതിനായി ചെയ്യേണ്ടത് നിനക്ക് ഇതിലേറെയും കൈവരിക്കാം എന്ന പ്രതീക്ഷ നിലനിർത്തുക. പോസിറ്റീവ് ആലോചനയും ആത്മവിശ്വാസം വളർത്തുന്ന കാര്യങ്ങളും ചെയ്യുക. 3. പാഠം പഠിക്കുക. അനുഭവം സ്വർണമാണ്. വിഷമതകൾ നിങ്ങളുടെ ഗുരുക്കന്മാരാണ്. അവ ഇല്ലാതെ വളർച്ചയില്ല. അതായത്, ഈ കഷ്ടത എന്നെ എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതതന്ത്രങ്ങൾ രൂപപ്പെടുത്തുക. 4. സമയത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുക. കാലം ശക്തിയാണ്. ഏറ്റവും കഠിനമായ അവസ്ഥയും മാറും. കാരണം വേദനയുടെ സമയത്ത് താങ്കളുടെ പുതിയ സാധ്യതകൾ കുറയുന്നില്ലെന്നത് മനസ്സിലാക്കുക. കാത്തിരിക്കാനുള്ള ധൈര്യവും പ്രവർത്തിക്കാൻ ഉള്ള ആഗ്രഹവും കൈവിടരുത്. 5. മനസ്സിനെ തണുപ്പിക്കുക. മനസ്സാണ് കഷ്ടതകളെ യാഥാർത്ഥ്യമായി മാറ്റുന്നത്. അതിനാൽ ധ്യാനം, വ്യായാമം എന്നിവ വഴി മനസ്സിന്റെ സമ്മർദ്ദം കുറയ്ക്കുക. നല്ല പുസ്തകങ്ങൾ, നല്ല വ്യക്തികൾ എന്നിവയിൽ ആശ്രയിക്കുക. 6. ജീവിതം ഒരു യുദ്ധമാണ്, വേദന അതിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. വികാരങ്ങൾ സഞ്ചാരികളാണ്. അവയോടൊപ്പം നീങ്ങുക, അവയില്ലാതെ നീയില്ല. അതായത് വിഷമത ഒരു പ്രക്രിയ മാത്രമാണെന്ന് തിരിച്ചറിയുക. ഇതും കടന്നുപോകും എന്ന ആന്തരിക ശബ്ദം വളർത്തുക. ആനന്ദത്തിൽ അതിയായി അഹങ്കരിക്കാതെയും ദുഃഖത്തിൽ തളരാതെയും നിലനിൽക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. വിഷമത മറക്കണമെങ്കിൽ അതിന്റെ പാഠം പഠിക്കുക. അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ അതിനപ്പുറം വളരുക. മനസ്സിന്റെ ഭാരം കുറയ്ക്കുക. ജീവിതം വീണ്ടും തുടങ്ങാൻ കഴിയുന്ന പുതിയ പാതകൾ തേടുക. ഇതുമായി ബന്ധപ്പെട്ട ചാണക്യന്റെ ജീവിതത്തിലെ സംഭവം നോക്കാം. ചാണക്യന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദുരിതങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. തന്റെ രാജ്യം നശിക്കുകയും സ്വന്തം ഗ്രാമം ആക്രമിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം അതൊന്നും മറന്നില്ല. അതിനെക്കുറിച്ചുള്ള കോപം, ദുഃഖം ഒന്നും പ്രകടിപ്പിച്ചില്ല. പകരം അതിനെ ശക്തിയാക്കി മാറ്റുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം ഇതാണ്: വിപത്തുകൾ നമ്മെ തകർക്കാനല്ല, ശക്തിപ്പെടുത്താനാണ്. വിഷമതകളെ പ്രതിസന്ധിയായി കാണാതെ ഒരു പരിശീലനമായി കാണുക. ദൈനംദിന ത്യാഗങ്ങൾ വലിയ ലക്ഷ്യത്തിനായിരിക്കണം. നിങ്ങളുടെ വേദനയെ നിങ്ങളുടെ ഉദ്ദേശ്യത്തെ ഓർമ്മിപ്പിക്കുന്ന ശക്തിയാക്കുക. ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കുന്ന ഘടകങ്ങൾ ആണെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു.